ഐ തിങ്ക് ഭൂതകാലം ഇസ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് മൂവി ഇൻ മലയാളം. നമ്മൾ ആ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യം അല്ലെങ്കിൽ ആ സിനിമ എന്താണ് എന്നുള്ളത് അധികം ആൾക്കാരൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അത് ചിന്തിക്കുന്ന ആ ഒരു സിനിമ വിചാരിക്കുന്നത് ഒരു ഗോസ്റ്റ് സിനിമയാണ് അല്ലെങ്കിൽ ഒരു പ്രേതത്തിൻ്റെ സിനിമയാണ് എന്നാണ് കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട്. അതൊരു സൈക്കോളജിക്കൽ മൂവി മാത്രമാണ്. ഇപ്പം നമ്മൾ ആ മൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഷെയ്ൻ നിഗം കാണുന്നത് രേവതി കാണുന്നില്ല. രേവതി എന്ന് വെച്ചാൽ അമ്മ ക്യാരക്ടർ, മകൻ ക്യാരക്ടർ. അമ്മ കാണുന്നത് മകൻ കാണുന്നില്ല, മകൻ കാണുന്നത് അമ്മ കാണുന്നില്ല. മകൻ കാണുന്നത് ഒരു 7 വയസ്സുള്ളൊരു ചെറിയൊരു പെൺകൊച്ച് ഓടിപ്പോകുന്നതാണ്, ഫ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഓടിപ്പോകുന്നതാണ് ആ അവസാനത്തെ 15 മിനിറ്റിൽ കാണിക്കുന്നത്. പിന്നെ മകൻ കാണുന്നത് ഒരു സ്ത്രീനെയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു സ്ത്രീ ബെഡിലിരുന്ന് കരയുന്നൊരു സംഭവമൊക്കെയാണ് പുള്ളി വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളൊന്നും അമ്മ കാണുന്നില്ല. അമ്മ കാണുന്നത് മകൻ കാണുന്നില്ല. അമ്മ കാണുന്നത് എന്തുവാ? അമ്മ കാണുന്നത് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു കയറാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഭർത്താവാണത് കൗച്ചിലിരിക്കുന്നത്. ഇത് മകൻ കാണുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. രേവതി ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷെയ്ൻ നിഗം എന്താണെന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ ആരും നിൽക്കുന്നതെന്ന്. പുള്ളി എന്തോ പേടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അമ്മ മാത്രമേ അത് കാണുന്നുള്ളൂ. അത് ആ സീൻ ആ എടുത്തേക്കുന്നത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിയാണ് അതിൽ ഫോക്കസ് ചെയ്യണത്. അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഈ സിനിമയിൽ. ഇത് കോസ് ചെയ്യണത് ഇപ്പോൾ ഷെയ്ൻ നിഗം ഉറങ്ങുന്നില്ല. പിന്നെ പുള്ളിയുടെ പാസ്റ്റ് അൺറിസോൾവ് ട്രോമ ഉണ്ട്. മറ്റേ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് രേവതി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻ എയറൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എയറിൽ പുള്ളിക്കാരി പറയണത് പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഷീ വിൽ സൂസൈഡ് ഇഫ് ഷീ ഗെറ്റ്സ് എ ചാൻസ്. ഷീ ബ്ലെയിംസ് ഹെർസെൽഫ് ഫോർ എവറി ലിറ്റിൽ. ഷീ ഹാസ് അൺറിസോൾവ് ട്രോമ, പിന്നെ ഓൺഗോയിങ് ഇഷ്യൂസ് വിത്ത് ഹെർസെൽഫ്. ആ ഒരു ചെറിയ ഡീറ്റെയിൽസിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഷെയ്ൻ നിഗം ഇങ്ങനത്തെ അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഒക്കെ കണ്ടു തുടങ്ങുന്നത് പുള്ളി 3-4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ അതിലൊരു ഷൈജു കുറുപ്പ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഷൈജു കുറുപ്പ് വന്നിട്ടുണ്ട് ഡോക്ടറായിട്ട്. പുള്ളീനെ ചെന്ന് കണ്ടിട്ട് പുള്ളി പറയുകയാണ് ഇയാൾ ഉറങ്ങിയിട്ട് 3-4 ദിവസമായി, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹലൂസിനേഷൻസ് ആണെന്ന് പുള്ളി പറയുന്നുണ്ട് അതിൽ. അത് അത്രയേ ഉള്ളൂ. അതാണ് കാര്യം അതിൽ മെയിനായിട്ട് പുള്ളി കാണാൻ തുടങ്ങുന്നത്. കുറച്ച് ദിവസം ഉറങ്ങാതിരുന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ 3-4 ദിവസം ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റില്ലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിഗർ അത് മൂവിങ് ആയിട്ട് നമുക്ക് തോന്നും. ഇത് ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രേവതിയുടെ ക്യാരക്ടറാണെങ്കിൽ പുള്ളിക്കാരി അതിൽ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ പുള്ളിക്കാരിയുടെ മെയിൻ ഡോക്ടർ പോയി, പുള്ളിക്കാരിയുടെ മെയിൻ സൈക്കോളജിസ്റ്റ് സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് പുതിയ ഡോക്ടർ എന്താണ് പറയുമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ഇറങ്ങിപ്പോവുകയാണ് ചെയ്യണത്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് മരുന്ന് എടുത്ത് നോക്കുമ്പോൾ അത് മരുന്ന് തീർന്നു. അപ്പം പുള്ളിക്കാരി മരുന്ന് കഴിക്കുന്നില്ല, ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുന്നില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ൻ നിഗം ഫസ്റ്റത്തെ 3-4 ദിവസം കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ അമ്മൂമ്മേനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അമ്മൂമ്മേനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മറ്റേ രേവതിയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവാണ്, അവിടെ ചെന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ട് കണ്ട് പേടിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ ഒരു സമയത്തൊന്നും രേവതി അല്ലെങ്കിൽ ഈ ഒരു അമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒന്നും കാണുന്നില്ല. ബിക്കോസ് ഷീ ഈസ് ടേക്കിംഗ് ഹർ മെഡിക്കേഷൻസ് അറ്റ് ദാറ്റ് ടൈം. പിന്നീട് മെഡിക്കേഷൻസ് എന്ന് തീരുന്നു അപ്പോഴാണ് പുള്ളിക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മൂവി റിവ്യൂവേഴ്സിൻ്റെ ഇതിലേക്കാണ്. ഇപ്പം നമ്മൾ സിനിമ കണ്ടിട്ട് കുറേ പേര് കുറച്ച് റിവ്യൂവേഴ്സ് പറയുന്നുണ്ട് ഈ സിനിമയിൽ എന്താണ് അവർ എത്ര നാളായിട്ട് അവിടെ താമസിക്കുന്നൊന്നും പറയുന്നില്ല എന്നാണ് പറയണത്. പക്ഷേ അതും പറയുന്നുണ്ട്. അതിൽ മറ്റേ ഷൈജു കുറുപ്പ് അപ്പുറത്ത് വീട്ടിൽ ചെന്ന് ചോദിക്കും, എന്നിട്ട് ഈ വീടിന് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് പറഞ്ഞ് അപ്പുറത്ത് നെയ്ബർ അടുത്ത് ചോദിക്കുമ്പോൾ പുള്ളിക്കാർ പറയുന്നുണ്ട് മാക്സിമം 3 to 4 months അതിൽ കൂടുതൽ ആൾക്കാർ നിൽക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഈ ഫാമിലി വന്നിട്ട് അല്ലെങ്കിൽ ഈ ഷെയ്ൻ നിഗം ഈ വീട്ടിൽ വന്നിട്ട് 3-4 മാസത്തിൽ കൂടുതലായിട്ടില്ല, 3-4 മാസം ആവുന്നേ ഉള്ളൂ എന്ന് നമുക്കതിൽ തന്നെ മനസ്സിലാക്കാം. റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ ഓരോ ചെറിയ ഡീറ്റെയിൽസ് ഈ സിനിമയിൽ ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം മേക്കർ നമുക്ക് തരുന്നുണ്ട്. നമ്മളിതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ദാറ്റ് ഈസ് നോർമൽ. റൈറ്റ്? ഇതൊക്കെ നോർമലാണ്. നമ്മൾ എല്ലാം ശ്രദ്ധിക്കണമെന്നില്ല.
let's talk about movie reviewers. From my point of view, we made the wrong people famous. Like അശ്വന്ത് കോക്ക്, റൈറ്റ്, പിന്നെ ഷസാം. ഇവരൊന്നും സിനിമയെ പറ്റി സംസാരിക്കുന്നില്ല. ഇവരുടെ മൂവി റിവ്യൂവിൽ ഇവർക്ക് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടപ്പോൾ ഗൂസ് ബംസ് തോന്നിയ മൊമെൻറ്റ്സ്, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലയോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇവർ സംസാരിക്കുന്നുള്ളൂ സിനിമയിൽ, അല്ലെങ്കിൽ മൂവി റിവ്യൂവിൽ അവർ ഇത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ശരിക്കും ഇതല്ല സംസാരിക്കേണ്ടത്, റൈറ്റ്? സിനിമയെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. അവർ സിനിമയെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, കഥനെ പറ്റി സംസാരിക്കുന്നില്ല, അവർ സിനിമ ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു അനാലിസിസും അതിൽ കാണിക്കുന്നില്ല, ഇവരുടെ ഒരു റിവ്യൂവിലും തന്നെയില്ല. വി നീഡ് ദിസ്. നമുക്ക് ആ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് റിവ്യൂവേഴ്സ് ഇതൊക്കെ ചെയ്യണം, റൈറ്റ്? അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ മൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. മൂവിനെ പറ്റി നമ്മൾ ഒരു സിനിമ കണ്ടു, ഇങ്ങനത്തെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കഥ, ഞാനിങ്ങനെ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഓരോരോ സ്മോൾ ഡീറ്റെയിൽസ്, നമ്മൾ ഇതൊക്കെയാണ് ഈ മൂവിയിൽ റിവ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഓഡിയൻസ് ഈ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം 1.5 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ വ്യൂസ്, അത്രയും വ്യൂസ് കിട്ടുന്നുണ്ട്, അത്രയും ആൾക്കാർ കാണുന്നുണ്ട്, അവരത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ വാച്ചിങ് എ മൂവി അവർ ആ റിവ്യൂ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ സിനിമയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ അനാലിസിസ്, ഇതൊക്കെ കൊണ്ടുള്ള ഉപകാരം അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ക്യാൻ എഡ്യൂക്കേറ്റ് മോർ പീപ്പിൾ, റൈറ്റ്? നമുക്ക് നമ്മുടെ മലയാളം മൂവി ഓഡിയൻസ് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. ഇപ്പം എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം, റൈറ്റ്? ഞാൻ ആദ്യം ഭൂതകാലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു പ്രേത സിനിമയാണ്, അല്ലെങ്കിൽ അവസാനത്തെ 15 മിനിറ്റ് പ്രേതത്തിനൊക്കെ കാണിക്കുന്നുള്ളൂ, അപ്പോൾ ഇതൊരു ഫുൾ പ്രേത സിനിമയാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീട് ഞാൻ യൂട്യൂബിൽ കുറേ നാൾക്ക് ശേഷം റിവ്യൂ നോക്കിയപ്പോൾ അശ്വന്ത് കോക്ക് പറയുന്നത് അതിൽ ചുമ്മാ ഒരു പ്രേതം മാത്രമാണ്. പുള്ളിയുടെ റിവ്യൂ വെറും മണ്ടത്തരമാണ്. ചിലപ്പോൾ പുള്ളി എന്നെ പോലെ ജസ്റ്റ് ഒരു കണ്ടു, ഒന്നും ഫോക്കസ് ചെയ്തില്ല, റൈറ്റ്? പുള്ളിക്ക് ആ സിനിമയിൽ നിന്ന് അധികമൊന്നും ഡീറ്റെയിൽസ് മനസ്സിലായില്ല എന്നുള്ളൊരു ദാറ്റ് ഷോസ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് എ ക്വാളിറ്റി റിവ്യൂവർ ഹി ഈസ്. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഒരു റിവ്യൂവേഴ്സിൻ്റെ കൗണ്ട് തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എത്ര റിവ്യൂവേഴ്സ് ഉണ്ട്. 100 കൂടുതൽ റിവ്യൂവേഴ്സ് എന്തായാലും ഇല്ല, റൈറ്റ്? മലയാളത്തിൽ 100 കൂടുതൽ റിവ്യൂവേഴ്സ് എന്തായാലും ഇല്ല, 100 കുറവേ ഉള്ളൂ, റൈറ്റ്? ഇപ്പം നമ്മളെല്ലാവരും റിവ്യൂ തുടങ്ങാൻ പാടില്ലേ? എത്ര കോടിക്കണക്കിന് ആൾക്കാരെല്ലാവരും കൂടെ എടുത്ത് റിവ്യൂ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ സിനിമ കണ്ടിട്ട് അധികമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നിട്ട് അതിനെ പറ്റി സിനിമ പൊട്ടയാണ്, സിനിമ ഇതാണെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഷസാമും അശ്വന്ത് കോക്ക്, റൈറ്റ്? സിനിമ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല, പുള്ളി എന്തൊക്കെയോ പറയുന്നു, സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു, അതിൽ എന്തോ അവസാനം 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ഇത്രയും പറയുന്നുള്ളൂ, റൈറ്റ്? ഇതാണോ റിവ്യൂ? ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിവ്യൂ കുറച്ചിരുന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 പേരുണ്ട്. 2 പേര് സിനിമയുടെ ഒരു ബേസായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട്, ആ ബേസ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരാൾ ഷീ സ്റ്റാൻഡ്സ് ഔട്ട്, ഷീ ഈസ് ദ ഓൺലി വൺ ദാറ്റ് സ്റ്റുഡ് ഔട്ട്. പുള്ളിക്കാരി നല്ല ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് സിനിമയെ പറ്റി. പുള്ളിക്കാരി ഒരു റിവ്യൂവറാണ്. പുള്ളിക്കാരുടെ പേര്, ചാനലിൻ്റെ പേര് ഐ റീഡ് ആൻഡ് റിവ്യൂ അങ്ങനെ എന്തോ ആണ്. ഞാൻ സബ്സ്ക്രൈബ്ഡ് ഒന്നുമല്ല, പക്ഷെ ഞാൻ ആ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് റിവ്യൂ എവർ. ഐ തിങ്ക് ദാറ്റ് ഈസ് വൈ ഐ സെഡ് വി മെയ്ഡ് ദ റോങ് പീപ്പിൾ ഫേമസ്. വി ഷുഡ് ഹാവ് മെയ്ഡ് ദിസ് പേഴ്സൺ ഫേമസ്. പക്ഷേ പുള്ളിക്കാരി റിവ്യൂ ഇടുന്നത് ഇംഗ്ലീഷിലാണ്. നമ്മൾ മലയാളീസ് എല്ലാവരും മലയാളമായിരിക്കും കംഫർട്ടബിൾ, അപ്പോൾ അതായിരിക്കും കാണുന്നത്. പക്ഷേ ഈവൻ ഇഫ് ഷീ ഈസ് ദ പെർഫെക്റ്റ് ചാനൽ, ആ ഒരു ചാനലിൽ കുറച്ച് ഫ്ലോസ് ഉണ്ട്. ഷീ മേക്സ് മറ്റേ ട്രെയിലർ റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പുള്ളിക്കാരി മൂവി റിവ്യൂസ് മാത്രമാണ് ഇടുന്നതെങ്കിൽ ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേനെ. റിവ്യൂ കണ്ടപ്പോൾ ഓക്കെ, ഐ മിസ്ഡ് ദീസ് ഡീറ്റെയിൽസ്. എനിക്ക് സിനിമ കണ്ടിട്ട് ഇതല്ലല്ലോ മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനെയല്ലല്ലോ മനസ്സിലായി എന്നുള്ളൊരു ചിന്ത എനിക്ക് വരും. ഞാൻ ഇതൊക്കെ മിസ് ചെയ്തല്ലോ എന്നുള്ള ചിന്ത എനിക്ക് വരും. അപ്പോൾ എനിക്ക് ആ സിനിമ വീണ്ടും കാണാൻ തോന്നും, അല്ലെങ്കിൽ ഞാൻ ആ സിനിമ ഞാൻ വീണ്ടും കാണും. OTT-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഞാൻ വീണ്ടും ചെന്ന് കാണും. ഓക്കെ, എന്നിട്ട് ഞാൻ ആ ഒരു പുള്ളിക്കാരി പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു സ്മോൾ ഡീറ്റെയിൽസ് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഓക്കെ, ഇങ്ങനത്തെ ഉള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചിലപ്പോൾ ഒരു
7/10 അല്ലെങ്കിൽ ഒരു 6/10 ആയിരിക്കും റിവ്യൂ ഒരു റേറ്റിംഗ് കൊടുത്തത്, റൈറ്റ്? സിനിമയ്ക്കുള്ള ഒരു റേറ്റിംഗ്, നമുക്കൊരു റേറ്റിംഗ് ഉണ്ടാവുമല്ലോ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, നമ്മളൊരു മനസ്സിൽ തന്നെ ഒരു റേറ്റിംഗ് കൊടുക്കുക ഒരു സിനിമയ്ക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആദ്യം ഒരു 6 അല്ലെങ്കിൽ ഒരു 7 ആയിരിക്കും കൊടുത്തിരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു പുള്ളിക്കാരി ഇങ്ങനത്തെ റിവ്യൂവിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ ആ സിനിമ കണ്ടിട്ട്. പിന്നീട് നമുക്ക് മനസ്സിലാവും ഈ സിനിമയിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, ഇത്രയും ഡീറ്റെയിൽഡാണ് ഈ സിനിമ. അപ്പോൾ നമുക്ക് വി വിൽ ഫീൽ ലൈക്ക് ദിസ് മൂവി ഈസ് സോ പെർഫെക്റ്റ്. ഒരു ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ ഇത്രയും ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഇത്രയും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അടിപൊളി സിനിമ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 6/10 ഒരു 9/10 അല്ലെങ്കിൽ ഒരു 10/10 എന്നുള്ളൊരു ലെവലിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് നമ്മൾ ഈ റിവ്യൂവേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ യശ്വന്ത് കോക്ക്, ഷസാം, ഇവരൊക്കെ ഇങ്ങനത്തെ റിവ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഹൂ ബെനിഫിറ്റ്സ്? ഓഡിയൻസ് ബെനിഫിറ്റ്സ്, ഫിലിം മേക്കേഴ്സ് ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്ച്വലി എഡ്യൂക്കേറ്റ് മൂവി ഓഡിയൻസസ് അല്ലെങ്കിൽ മലയാളം ഓഡിയൻസസിനെ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്, റൈറ്റ്? ദേ ക്യാൻ എഡ്യൂക്കേറ്റ്. ഇപ്പം അവർ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ആൾക്കാരും മിസ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ടപ്പോൾ മിസ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ അവർക്കത് ആ സിനിമ വീണ്ടും കാണാൻ തോന്നും, റൈറ്റ്? എന്നിട്ട് അവരുടെ ആ ഒരു സിനിമയെ പറ്റിയുള്ള ഒപ്പീനിയൻ ഇറ്റ് വിൽ ചേഞ്ച് ഫ്രം ബാഡ് ടു ഗുഡ്, റൈറ്റ്? ഒരു സ്റ്റീരിയോ ടൈപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽഡേഴ്സ്, നമ്മൾ മലയാളി എൽഡേഴ്സ്, പ്രായമുള്ളവർ ഇങ്ങനെ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കുട്ടികൾക്കുള്ള ഒരു സിനിമയാണ്. അത് ചുമ്മാ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്, റൈറ്റ്? അവരധികം ഇങ്ങനത്തെ സിനിമയൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഒന്നാമത്, റൈറ്റ്? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനത്തെ റിവ്യൂസാണ് കൂടുതൽ ഇടുന്നതെങ്കിൽ നമ്മൾ സിനിമയെ പറ്റി സംസാരിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ സംഭവിച്ച കാര്യങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ അനാലിസിസ് അതൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും, സിനിമയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങും, റൈറ്റ്? ഇങ്ങനത്തെ സ്മോൾ ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിപ്പോൾ എത്ര പ്രായമുള്ളവരാണെങ്കിൽ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങും. ചൂസ് ദാറ്റ് വി നീഡ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ, ഓൾഡർ മലയാളി ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഇങ്ങനത്തെ റിവ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അനാലിസിസ് ഉള്ള റിവ്യൂസ് ഒക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രായമുള്ളവരാണെങ്കിൽ പോലും ദേ വിൽ അണ്ടർസ്റ്റാൻഡ് മൂവി. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസ് പുതുകാലം കണ്ടു, ഞാനും കണ്ടു, എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായി. ഞാൻ റിവ്യൂ ആണെങ്കിൽ പോലും ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായി, അവർക്ക് ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാവില്ല, റൈറ്റ്? അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സംസാരിക്കുകയാണ്, സിനിമ ഇങ്ങനെയൊക്കെയാണ്, അവർക്ക് മനസ്സിലാവും. ദാറ്റ് ഇസ് വൺ ഫാമിലി, ഇറ്റ് ഓൺലി കവേർഡ് വൺ ഫാമിലി, റൈറ്റ്? വാട്ട് ഇഫ് യു ക്യാൻ കവർ thousands or lakhs of families, right? ആ ഒരു പവർ ഈ മൂവി റിവ്യൂവേഴ്സിനുണ്ട്, ഷസാമിന്. അവർക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സും അത്രയും വ്യൂവേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ, സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ എഡ്യൂക്കേറ്റ് മോർ പീപ്പിൾ. പ്രായമുള്ളവർ കാണുന്നവരുണ്ട്, എനിക്ക് തോന്നുന്നു പ്രായമുള്ളവരാണ് കൂടുതൽ അവരുടെ റിവ്യൂസ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഷസാമിൻ്റെ അല്ല, യശ്വന്ത് കോക്കിൻ്റെ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ല പ്രായമുള്ളവരാണ് ആ റിവ്യൂവേഴ്സൊക്കെ കാണുന്നത് ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അവർ ഈ സിനിമയെ പറ്റി ഇത്രയും ഡീപ്പായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ദേ ക്യാൻ എഡ്യൂക്കേറ്റ് ദം. ഇങ്ങനെയാണ് നമ്മളൊരു സിനിമ കാണേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ ഇത്ര ഡീറ്റെയിൽസ് വരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ടിപ്പ് അത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും ആ ഒരു റിവ്യൂവിൽ കൂടെ. ദേ ആർ നോട്ട് ഗിവിങ്. അവരെ തന്നെ ഒരു ലോ സ്റ്റാൻഡേർഡായിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് എ പ്രോബ്ലം ഫോർ മീ. ഞാനൊരു ഓഡിയൻസ് മാത്രമാണ്, ഞാനൊരു ഫിലിം മേക്കർ അല്ല. ഈ മൂവി റിവ്യൂവേഴ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഫിലിം മേക്കേഴ്സിനെയാണ്, റൈറ്റ്? ആൻഡ് ഓഡിയൻസ് ആസ് വെൽ. വൈ? നമ്മൾ അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ, ഇപ്പോൾ ഒരു രാഹുൽ സദാശിവനാണ് പുതുകാലമിൻ്റെ ഫിലിം മേക്കർ. പുള്ളിയുടെ ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇയാളുടെ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിനിമ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. നമ്മളിത് മിസ് ഔട്ട് ചെയ്യുകയാണ്. അത് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അവസാനത്തെ ഒരു 15 മിനിറ്റ് മാത്രമേ പ്രേതമുള്ളൂ, ഇത് പ്രേതത്തിൻ്റെ സിനിമ ആണ്, 5/10 അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളവിടെ ഡിസ്മിസ് ചെയ്യുകയാണ് ആ സിനിമ. ഈ ഒരു മൂവി റിവ്യൂവേഴ്സ് കാരണം മാത്രം. ദേ നീഡ് ടു സ്റ്റെപ്പ് അപ്പ് ദെയർ ക്വാളിറ്റി ഓഫ് റിവ്യൂവിങ് മൂവീസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം, നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് സംസാരിക്കാം. ഗൂസ് ബംസ് എപ്പോഴാണ് വന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു സോങ് ഇഷ്ടപ്പെട്ടു, ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. ദാറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് ദ റിവ്യൂ. ബട്ട് ദ മെയിൻ റിവ്യൂ ഷുഡ് ബി അബൌട്ട് ഫിലിം എന്താണ് ഫിലിം, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അനാലിസിസ്, ഇതൊക്കെ ആയിരിക്കണം മെയിൻ ഫോക്കസ്. അത് മാത്രമാണ് എൻ്റെ മെയിൻ ഇഷ്യൂ, റൈറ്റ്? ദേ ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് ദിസ്.
ഞാനിത് നോർത്ത് ഇന്ത്യൻ റിവ്യൂവറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത്രയും മനസ്സിലാക്കിയത്, റൈറ്റ്? ഒരു നോർത്ത് ഇന്ത്യൻ, ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഷീസ് നോർത്ത് ഇന്ത്യൻ, ഐ ഡോണ്ട് നോ, വെരി ഷുവർ ദാറ്റ് ഷീസ് നോട്ട് മലയാളി. അപ്പോൾ നോൺ മലയാളിയുടെ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ മലയാളം സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. മിസ് ചെയ്ത കാര്യങ്ങൾ, നമ്മളൊരു സിനിമയിൽ മിസ് ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് നമ്മളൊരു എല്ലാവരും മിനിമം ഒരു 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് ടി വിയിൽ വന്നിട്ടാണെങ്കിലും ഇൻറ്റൻഷനലി ആണെങ്കിലും നമ്മൾ കുറേ തവണ കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. അതിലും ഭയങ്കര ഡീറ്റെയിൽഡാണ്. അതിൽ മറ്റേ ക്ലോക്ക് അല്ലെങ്കിൽ പോട്ട് എറിഞ്ഞ് പൊട്ടിക്കണത്, റൈറ്റ്? ഇറ്റ് ക്യാൻ ബി സീൻ. ഒരു കല്ല് ഇങ്ങനെ പോണ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പുള്ളിക്കാരുടെ കയ്യിൽ, ശോഭനയുടെ കയ്യിൽ ഒരു കല്ലിരിക്കുന്നത്, അതൊക്കെ അത്രയും ഡീറ്റെയിൽഡാണ്. അല്ലെങ്കിൽ ശോഭനയാണ് നാഗവല്ലി എന്നുള്ളത് നമുക്ക് സിനിമയുടെ ആദ്യം തന്നെ മനസ്സിലാവും, റൈറ്റ്? അത് നമ്മളൊരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ആ ഒരു ഫേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സംതിങ് ഈസ് റോങ് വിത്ത് ഹർ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ കിട്ടും. അത്രയും ഡീറ്റെയിൽഡാണ് സിനിമ. അത് നമ്മൾ ആദ്യം സിനിമ കണ്ടപ്പോൾ നമുക്കിതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നീട് ആൾക്കാർ ഡിസ്കസ് ചെയ്ത് അങ്ങനെയായിരിക്കും നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ സിനിമ വീണ്ടും പോയി കാണും, റൈറ്റ്? എന്നിട്ട് നൗ ഐ ഗോട്ട് ഇറ്റ്, റൈറ്റ്? അപ്പോൾ എന്താ, നമുക്ക് ആ ഒരു സിനിമയെ പറ്റിയുള്ളൊരു അഭിപ്രായം കുറച്ചും കൂടി നല്ലതാവും. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, നല്ലൊരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ നല്ലൊരു we will appreciate the movie more, we will appreciate the filmmakers more. ഇപ്പോൾ ഭൂതകാലം നമ്മളിങ്ങനത്തെ റിവ്യൂസാണ് കണ്ടിരുന്നെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതിലിങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഈ മൂവി റിവ്യൂ ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബിക്കോസ് ദേ ക്യാൻ ഗിവ് മോർ അബൌട്ട് ദ മൂവി, എന്തൊക്കെയാണ് അതിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ബിക്കോസ് 100% ഓഫ് ദ മൂവി ഈസ് റിയലിസ്റ്റിക്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കൂടുതൽ ചെറിയ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും ആ സിനിമ കാണാൻ ശ്രമിക്കും. ഇപ്പോൾ തിയേറ്ററിലാണെങ്കിലും OTT-യിലാണെങ്കിലും നമ്മൾ ആ സിനിമ വീണ്ടും പോയി കാണാൻ ശ്രമിക്കും, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം മേക്കേഴ്സിനാണ്. തിയേറ്ററിൽ വീണ്ടും പോയി കാണുന്നു, റൈറ്റ്? ദേ ആർ മേക്കിംഗ് മോർ മണി. അതുപോലെ തന്നെ OTT-യിൽ ഇപ്പോൾ ഒരു ഭൂതകാലം OTT-യിൽ ഇറങ്ങിയ സിനിമയാണ്. നമ്മൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ മിസ് ചെയ്തു. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ഒരു തവണ സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കുന്നതെന്ന് വിചാരിക്കും. ഷസാമും ഇങ്ങനത്തെ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂസ് എടുത്ത് നോക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവരാണെങ്കിൽ നല്ല റിവ്യൂസാണ് ഇട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കുന്ന ഒരു റിവ്യൂ ആണ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഞാൻ മിസ് ചെയ്തല്ലോ, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമ വീണ്ടും കാണാൻ തോന്നും. നമ്മൾ ആ സിനിമ വീണ്ടും സോണി ലൈവ് ചെന്നിട്ട് വീണ്ടും കാണും. അപ്പോൾ നമ്മൾ ആ സിനിമേനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, റൈറ്റ്? ആ ഒരു ഫിലിം മേക്കറിനുള്ളൊരു വാല്യൂ നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ മലയാളം മൂവീസ് വിൽ ഗ്രോ, ദാറ്റ് ഈസ് ഹൗ ഫിലിം മേക്കേഴ്സ് വിൽ ഗ്രോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, സോണി ലൈവ്, ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, അങ്ങനെ ഓരോരോ സിനിമ അവർ ഇറക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു സിനിമ വീണ്ടും കാണുമ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഓക്കെ, മോർ പീപ്പിൾ ആർ വാച്ചിങ് ദിസ് മൂവി അഗെയിൻ ആൻഡ് അഗെയിൻ. അവരുടെ ഒരു ഫിഗർ അല്ലെങ്കിൽ അവരൊരു ഇൻസൈറ്റ്സിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ വീണ്ടും ആൾക്കാർ വന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മോർ എൻഗേജിങ് ആണ്. അപ്പോൾ എന്താ, ഈ നെറ്റ്ഫ്ലിക്സും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഈ ഫിലിം മേക്കേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ അവർ തിരിച്ചറിയും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഫിലിം മേക്കേഴ്സിന് തന്നെയാണ്. പിന്നീട് ആ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ രാഹുൽ സദാശിവൻ പുതിയൊരു സിനിമ എടുക്കുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോംസ് ആ ഒരു റൈറ്റ്സിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദ ഫിലിം മേക്കർ. അപ്പോൾ നമ്മൾ ഈ മൂവി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫിലിം മേക്കറും നമുക്കും കൂടിയാണ്. ബിക്കോസ് നമ്മൾ ഈ സിനിമയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കൂടുതൽ അടിപൊളി സിനിമകൾ കിട്ടും, റൈറ്റ്? ഇപ്പോൾ രാഹുൽ സദാശിവൻ, ഐ തിങ്ക് ഹി ഈസ് വെരി they are not getting the appreciation that they deserve, right? That is what I think. ഇപ്പോൾ രാഹുൽ സദാശിവനെ പറ്റി തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രാഹുൽ സദാശിവൻ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കി, നമുക്ക് ഭൂതകാലം പുള്ളി സിനിമ ഉണ്ടാക്കി, നമുക്ക് ഒന്നും മനസ്സിലായില്ല, നമ്മൾ വിചാരിച്ചു പ്രേത സിനിമയാണ്, നമ്മൾ ഡിസ്മിസ് ചെയ്തു. ഓക്കെ, 5 out of 10. ശരിക്കും അത് സൈക്കോളജിക്കൽ മൂവിയാണ്, പക്ഷേ അത് പ്രേതത്തിൻ്റെ സിനിമയാണ്, റൈറ്റ്? എന്നിട്ട് അടുത്ത സിനിമ വരുന്നു DSR, പിന്നെയും പ്രേതം. ഓക്കെ, വലിയ പുതുകാലം പോലെയൊന്നുമില്ല, പൊട്ട. ഓക്കെ, അങ്ങനെ പിന്നെ വീണ്ടും ഡിസ്മിസ് ചെയ്യണം. DSR ശരിക്കും പ്രേതത്തിൻ്റെ സിനിമയാണോ? അതായിരിക്കും പ്രേതത്തിൻ്റെ സിനിമയാണോ? അതിൽ പ്രേതമുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. അതും ഭൂതകാലം പോലത്തെ ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഞാനൊരു തവണ കണ്ടിട്ടുള്ളൂ, വീണ്ടും കാണണം, റൈറ്റ്? എന്നാലേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. ഓക്കെ,
ലെറ്റ്സ് കം ബാക്ക് ടു ഇറ്റ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ഈ ഒരു ഫിലിം മേക്കേഴ്സ് തരുന്നൊരു മെസ്സേജ്, ഫിലിം മേക്കേഴ്സ് തരുന്ന, നമ്മളിത് മനസ്സിലാക്കാതെ പോകുമ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ടറിന് അത്രയും അപ്രീസിയേഷൻ കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? പിന്നീട് പുള്ളി ചിലപ്പോൾ 2-3 സിനിമ എടുക്കാം, നമ്മൾ ആ ഒരു വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നീട് പുള്ളിക്ക് പുതിയ സിനിമ ഒന്നും കിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്, പുള്ളിയുടെ സിനിമ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? ഇവൻ ഇഫ് ഹി ഹാസ് ദിസ് മച്ച് പൊട്ടൻഷ്യൽ. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ മെയിൻ കോസ് എന്ന് പറയുന്നത് മൂവി റിവ്യൂവേഴ്സാണ്. അവരുടെ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുവാണെങ്കിൽ, സിനിമ ഇറങ്ങി അന്ന് തന്നെ എനിക്ക് റിവ്യൂ ഇടണം, എന്നാലേ കൂടുതൽ ആൾക്കാർ കാണുകയുള്ളൂ, ഒന്നും സ്റ്റഡി ചെയ്യാതെ അനാലിസിസ് ഒന്നും ചെയ്യാതെ സിനിമ എടുത്തങ്ങ് റിവ്യൂ ഇടുകയാണ്. അവർക്ക് ആ ഒരു ഓഡിയൻസ് അത്രയും എൻഗേജ്മെൻറ്റ് കിട്ടും, ആഡ്സിൽ നിന്ന് പൈസ കിട്ടും, അവർ അതിനു വേണ്ടി മാത്രം ചെയ്യുന്നവരാണ്. മോർ സ്റ്റഡീഡ് റിവ്യൂ വി നീഡ്. അത് അറ്റ്ലീസ്റ്റ് എക്സ്ട്രാ ചെയ്യുമെങ്കിലും വേണം, റൈറ്റ്? എന്നാലേ നമുക്ക് ആ ഒരു ഫിലിം മേക്കേഴ്സിന് ആ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഷാസാമും അശ്വന്ത് കോക്കും പിന്നെ അതുപോലെയുള്ള വേറെ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ ഇവർക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ്, കണ്ടപ്പോൾ തോന്നിയ ഇമോഷൻസ്, കണ്ടപ്പോൾ തോന്നിയ ഗൂസ് ബംസ്, എന്താണ് ഇഷ്ടപ്പെട്ടായിരുന്നത്, അല്ലെങ്കിൽ എനിക്കത് പേടിച്ചോ, അയ്യോ എനിക്കിത് ഭയങ്കരമായിട്ട് പേടിയായി, അല്ലെങ്കിൽ പേടിയായില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ പേടിക്കാം, അത് സബ്ജക്റ്റീവാണ്. അത് ഇറ്റ് ഡിഫർ ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ചിലപ്പോൾ ഇയാൾക്ക് സിനിമ പേടിക്കാതിരിക്കാം, ചിലപ്പോൾ സിനിമ പേടിച്ചെന്ന് വരാം, റൈറ്റ്? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വരാം. Because it is going to differ from people to people. That doesn't differ people to people is മൂവി, അല്ലെങ്കിൽ മൂവിയുടെ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ആ ഡയറക്ടർ നമുക്ക് തരുന്നൊരു മെസ്സേജ്, അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ റിയൽ മീനിങ്, അല്ലെങ്കിൽ സിനിമ എന്താണ് സിനിമ, ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ സെയിം ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. അതിപ്പോൾ എത്ര പീപ്പിൾ ആണെങ്കിലും ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റേ ദ സെയിം. ആ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരത് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം, right? That is the problem that I'm seeing in these reviewers, in these so-called reviewers. So they need to step up this quality. അതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ മൂവി ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ സിനിമ വീണ്ടും കാണും. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എല്ലാം ഫിലിം മേക്കേഴ്സിനാണ്, റൈറ്റ്? ഞാനിപ്പോൾ ഈ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, ഇതിൻ്റെ മൂവി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം 100% റൈറ്റ് അബൌട്ട് ദിസ്. അത് ഇതിൻ്റെ ഡയറക്ടറിന് മാത്രമേ അത് ശരിയാണോ ശരിയല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ, റൈറ്റ്? ബട്ട് ഐ എം ഷുവർ ദാറ്റ് ഐ എം അറ്റ്ലീസ്റ്റ് 50% റൈറ്റ് അബൌട്ട് ദിസ് വാട്ട് ഐ സെഡ്. ആൻഡ് ഐ നോ ദാറ്റ് ഈ സോ കോൾഡ് റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ വെച്ചിട്ട് ദേ ആർ 0% റൈറ്റ്. ദേ ആർ നോട്ട് റൈറ്റ് അറ്റ് ഓൾ.